നീ ഞെട്ടണ്ടാതി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്നതാ ഈ ദ്വാരകയിലെ സ്ഥാനം. എൻ്റെ അച്ഛനായിരുന്നില്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അച്ഛൻ്റെ വാക്കിന് ഈ നാടും വീടും ഒരുപോലെ വില കൽപ്പിക്കുന്നത് കാണുമ്പോൾ ആ സ്ഥാനം എനിക്കും വേണമെന്ന് തോന്നി. അതിനുവേണ്ടി ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം നിന്ന് നല്ല കുട്ടിയായി പക്വതയുള്ളവനെ പോലെ പെരുമാറി. ഒടുവിൽ കാത്തു നിൽക്കാനുള്ള ക്ഷമ നശിച്ചപ്പോൾ ഈ കൈകൾ കൊണ്ട് അച്ഛന് ശ്വാസം മുട്ടിച്ചു കൊന്നു. സ്വാഭാവിക മരണം പോലെ ആ മരണത്തെ ഞാൻ മാറ്റിയെടുത്തു. അതിനുശേഷം അച്ഛൻ്റെ സ്ഥാനം ഏറ്റുവാങ്ങാനിരുന്ന എനിക്ക് തിരിച്ചടിയായത് നിന്റെ അച്ഛനാണ്. അടുത്ത സ്ഥാനം പ്രായം കൊണ്ട് അയാൾക്കാണത്രേ. ഹും, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം നിന്റെ അച്ഛനായിരുന്നു. ഒരവസരത്തിനായി ഞാൻ കാത്തു നിന്നു. ഒടുവിൽ ഒരു നാൾ എനിക്ക് ആ അവസരം വന്നു. നാടകപ്രേമിയായ നിന്റെ അച്ഛനെ കൂട്ടി ഞാൻ പട്ടണത്തിൽ കൊണ്ടുപോയി നാടകം കാണിച്ചു. നേരം ഒരുപാട് ഇരുട്ടിയതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് മറ്റ് വണ്ടികളൊന്നും തന്നെ കിട്ടിയില്ല. ഞങ്ങൾ നടന്നു തന്നെ വന്നു. വരുന്ന വഴിയിൽ മനഃപൂർവ്വം നമ്മുടെ പറമ്പിലൂടെ നടത്തിച്ചു. മൂടാനായി കാത്തിരുന്ന പൊട്ടക്കിണർ കണ്ടപ്പോ അയാളെ അതിലേക്ക് തള്ളിയിട്ടു. അത്രയും പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു. താൻ അത്രമേൽ സ്നേഹിച്ച തൻ്റെ അച്ഛൻ്റെ മരണം അതൊരു സ്വാഭാവിക മരണമല്ലെന്നും അച്ഛൻ്റെ മരണശേഷം ആ സ്ഥാനത്ത് താൻ കണ്ട തൻ്റെ വല്യേട്ടനാണെന്നും അറിഞ്ഞപ്പോൾ ആദിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. തൻ്റെ അച്ഛൻ്റെ അടക്കം ഒരുപാട് പേരുടെ ജീവനുകൾ ബലി നൽകിയാണ് ഇന്ന് ഈ ദ്വാരകയിൽ രഘുരാമൻ നായർ എന്ന തൻ്റെ വല്യേട്ടൻ വളർന്നത് എന്ന് കേട്ടപ്പോൾ ആദിക്ക് വിശ്വസിക്കാനായില്ല. അവൻ ദയനീയതയോടെ രഘുരാമനെ നോക്കി. ആ പൊട്ടക്കിണറ്റിൽ നിന്റെ അച്ഛൻ്റെ അവസാന ശ്വാസവും നിലയ്ക്കുന്നത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ദ്വാരകയിലേക്ക് കയറി. എൻ്റെ അമ്മയും നിന്റെ അമ്മയും ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ഓർമ്മയിൽ മനസ്സ് വിഷമിച്ച് പറമ്പിൽ ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞു പോയെന്നും എന്നോട് ദ്വാരകയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നും ഞാൻ അങ്ങ് പറഞ്ഞു. ആ നുണക്കഥ വിശ്വസിച്ചുകൊണ്ട് അവർ പിന്നെ ഒന്നും തിരക്കിയില്ല. നേരം ഒരുപാട് കടന്നു പോയപ്പോൾ എല്ലാവരെയും പോലെ ഞാനും നിന്റെ അച്ഛനെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ ഞങ്ങൾ ആ പൊട്ടക്കിണറ്റിൽ നിന്നും നിന്റെ അച്ഛനെ കണ്ടെത്തി. ചേട്ടൻ്റെ ഓർമ്മയിൽ മനം നൊന്ത് അനുജൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വരുത്തി തീർത്തു ഈ രഘുരാമൻ. രഘുരാമൻ ആർത്ത് ചിരിച്ചു. ആ ചിരിയിൽ പ്രകോപിതനായ ആദി രഘുരാമന്റെ കൈകളെ തട്ടിമാറ്റി മുഷ്ടി ചുരുട്ടി അവന്റെ കവിളിൽ ആഞ്ഞു പ്രഹരിച്ചു. അപ്രതീക്ഷിതമായതുകൊണ്ട് രഘുരാമൻ ആ പ്രഹരത്തിൽ വീണുപോയിരുന്നു. ആദി രഘുരാമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ രഘുരാമന് അത് തടുക്കാനായില്ല. നീ എൻ്റെ അച്ഛനെ? ഇല്ല, വിടില്ല ഞാൻ. നിന്നെ ഇവിടെ ഇവിടെ തീർക്കും നിന്നെ ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ രഘുരാമന്റെ കഴുത്തിൽ വീണ്ടും മുറുക്കി. രഘുരാമന് ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. അവന്റെ കണ്ണുകൾ തള്ളി വന്നു. അപ്രതീക്ഷിതമായി ആദിയുടെ തലയിൽ ആരോ പ്രഹരിച്ചതുകൊണ്ട് ആദി രഘുരാമനിൽ നിന്നും കൈകൾ പിൻവലിച്ചു. ആദി വേച്ച് വേച്ച് നടന്ന് തന്നെ ആരാണ് പ്രഹരിച്ചതെന്നറിയാൻ തിരിഞ്ഞു നോക്കി. പൊട്ടിയ കസേരയുമായി നിൽക്കുന്നവനെ മുന്നിൽ കണ്ടതും ആദി ഞെട്ടിത്തെറിച്ചു നിന്നു. ആദിയേക്കാൾ ഉപരി ആ നിൽക്കുന്നവനെ കണ്ടപ്പോ വേദിയുടെ ശ്വാസം ഒരു നിമിഷം നിശ്ചലമായി. മാഷേ, തന്നിൽ നിറഞ്ഞ സംശയത്തോടെ അവൾ വിളിച്ചു. രഘുരാമന്റെ കഴുത്തിൽ ആദി പിടുത്തമിട്ടപ്പോൾ ഭരതൻ ആ മുറിയിൽ കിടന്ന കസേരയെടുത്ത് ആദിയുടെ തലയിൽ ആഞ്ഞടിച്ചിരുന്നു. പൊട്ടിയ കസേരയുമായി ആദിയെ നോക്കി ഭരതൻ ചിരിച്ചു നിന്നു. ആ സമയം കൊണ്ട് രഘുരാമൻ ശ്വാസം തിരിച്ചു പിടിച്ചു. വേദ ഓടി വന്ന് ആദിയെ താങ്ങി നിർത്തി. അവൾ ആദിയെ മെല്ലെ തറയിലേക്കിരുത്തി. ആദിയുടെ കൈകളിൽ ചോര നിറം കണ്ടതോടെ
വേദയും ആദിയും ഒരുപോലെ പേടിച്ചു. വേദ കരഞ്ഞുകൊണ്ട് ഒലിച്ചിറങ്ങിയ ചോരയെ തന്റെ സാരത്തുമ്പ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഇതെല്ലാം ഒരു കൗതുകത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു ഭരതനും നാണിയമ്മയും. രഘുരാമൻ തന്റെ തലയൊക്കെ ഒന്ന് കുടഞ്ഞുകൊണ്ട് ചിരിയോടെ അവരുടെ മുന്നിൽ വന്ന് നിന്നു. എന്തു പറ്റിയാനിയാ? വേദനിച്ചോ നിനക്ക്? അല്ല, ഇതാരാണെന്നറിയാമോ? വേദയ്ക്ക് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. ഇത് നിന്റെ ഭരതൻ മാഷാണ്. ചിരിച്ചുകൊണ്ട് രഘുരാമൻ പറഞ്ഞതും വേദ വിശ്വാസം വരാതെ വീണ്ടും ഭരതനെ നോക്കി. മാഷേ, എന്തിനാ എന്തിനാ എൻ്റെ ആദ്യേട്ടനെ? അവൾ ദയനീയതയോടെ ഭരതനെ നോക്കി. ഭരതൻ വന്യമായ ചിരിയോടെ രഘുരാമനെ നോക്കിയപ്പോൾ രഘുരാമൻ ഭരതന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അതേ ചിരിയോടെ അവനും ആദിയെയും വേദയും നോക്കി. അത് കണ്ടുകൊണ്ട് വേദയും ആദിയും അവിശ്വസനീയമെന്നോണം അവർ പരസ്പരം നോക്കി. എന്താ വേദേ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നിന്റെ ഭരതൻ മാഷ് എൻ്റെ പ്രിയ സുഹൃത്താണ്. രഘുരാമൻ പറഞ്ഞതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ മാഷിനെ ഞാൻ കണ്ടത്. എന്നിട്ടിപ്പോ ഈ ദുഷ്ടന്റെ കൂടെ ചേർന്ന് എന്തിനാ മാഷേ? ഞങ്ങൾ മാഷിനോട് എന്ത് തെറ്റാ ചെയ്തേ? കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വേദ ചോദിച്ചു. നിങ്ങളല്ല, നീ തെറ്റ് ചെയ്തില്ലേ വേദേ? എൻ്റെ മോൻ, ഞാൻ പ്രതീക്ഷയോടെ വളർത്തിയ എൻ്റെ ഹരിയെ നീയല്ലേ എന്നിൽ നിന്നും അടർത്തി മാറ്റിയത്? പൊട്ടിയ കസേര വലിച്ചെറിഞ്ഞുകൊണ്ട് ഭരതൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ താൻ ചെയ്ത തെറ്റ് എന്താണെന്നറിയാതെ വേദ ഭരതനെ നോക്കിയിരുന്നു. എന്തെല്ലാം പ്രതീക്ഷയോടാണെന്നറിയാമോ ഞാൻ എൻ്റെ ഹരിയെ വളർത്തിയത്? ചെറുപ്പം മുതൽ നീ ആയിരുന്നു അവനേക്കാളും മുന്നിൽ. ഹരിയെ ഞാൻ ഒരു അധ്യാപകനായി കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൻ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. അല്ല, നീയാണ് അവനെ അതിലേക്ക് നയിച്ചത്. അവനെ പറഞ്ഞു തിരുത്താതെ അവന് വേണ്ട പ്രോത്സാഹനം നൽകി മനഃപൂർവ്വം അവൻ്റെ ഭാവിയും എൻ്റെ സ്വപ്നവും തകർക്കാൻ വേണ്ടി നീയാണ് അവനെ രാഷ്ട്രീയത്തിലേക്ക് തള്ളിയിട്ടത്. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ വേദ അമ്പരപ്പോടെ ഭരതനെ നോക്കി. രാഷ്ട്രീയത്തിൽ സജീവമായാൽ പിന്നെ അവൻ്റെ പഠിത്തം നിർത്തി അവനേക്കാൾ ഉയരത്തിൽ നിനക്ക് എത്തിപ്പെടാനായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം? ഇല്ല, അതിന് ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഹരിക്ക് കിട്ടാത്തതൊന്നും നിനക്കും കിട്ടരുത് എന്ന വാശിയായിരുന്നു പിന്നീട് എനിക്ക്. അതിനെൻ്റെ മുന്നിൽ കണ്ട വഴിയായിരുന്നു നിന്റെ വിവാഹം. അതിനെനിക്ക് സഹായം ചെയ്തു തന്നത് ഈ രഘുരാമനും. രഘുരാമന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു. ആദിയും വേദിയും ഒരുപോലെ രഘുരാമനെ നോക്കി. ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൻ ശിരസാവഹിച്ചു. അന്ന് ശ്രീലകത്ത് നിന്നും ഭരതനുമായി വാക്കുതർക്കം കഴിഞ്ഞ് ഹരി പോയതോടെ ഭരതൻ ആകെ അസ്വസ്ഥനായിരുന്നു. അന്നു മുതൽ ഭരതൻ മദ്യത്തിൽ അഭയം പ്രാപിച്ചിരുന്നു. ക്ഷേത്രത്തിലെ നൃത്തച്ചുവടുകളിലും വേദിയുടെ ശരീരത്തിലും കണ്ണും നട്ടിരുന്ന രഘുരാമൻ അവളെ സ്വന്തമാക്കാനുള്ള വഴികൾ വീക്ഷിച്ചിരിക്കവെയാണ് ഭരതനും ഹരിയും തമ്മിലുള്ള വിഷയം രഘുരാമൻ അറിയുന്നത്. രാത്രി മദ്യപിച്ച് ആകാശത്തോടും പുല്ലിനോടും പൂവിനോടും തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെച്ചാണ് ഭരതൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറ്. അങ്ങനെ ഭരതന്റെ നാവിൽ നിന്ന് തന്നെ വേദയോട് അയാൾക്കുള്ള പരിഭവം മനസ്സിലാക്കാൻ സാധിച്ചു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആയുധമായി രഘുരാമൻ ഭരതനെ കണ്ടുകൊണ്ട് ഭരതന് മുന്നിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഭരതന് ഒരു താങ്ങായി രഘുരാമൻ കൂടെ നടന്നു. ഭരതൻ ആവശ്യത്തിലേറെ മദ്യവും ഹരിയെ കേസുകളിൽ നിന്നും രക്ഷിക്കാനും ജയിലിൽ നിന്ന് ഇറക്കാനുമെല്ലാം രഘുരാമൻ ഭരതനെ സഹായിച്ചു. അതോടൊപ്പം വേദയാണ് ഇതിനെല്ലാം കാരണമെന്ന് ഭരതന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു. തൻ്റെ മകനേക്കാൾ കൂടുതൽ വേദ പഠിക്കുന്നതിലുണ്ടായിരുന്ന ചെറിയൊരു അസൂയയെ വലിയൊരു പകയാക്കി മാറ്റാൻ ചുരുങ്ങിയ നാളുകൊണ്ട് രഘുരാമന് സാധിച്ചു. ഭരത, ഇങ്ങനെ മദ്യപിച്ചതുകൊണ്ടോ കിടന്ന് കരഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹരി വീണ്ടും വീണ്ടും രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വേദാൻഷി,
അവൾ നാൾക്ക് നാളിൽ ഉയരുകയല്ലേ. ദാ ഇപ്പൊ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവളല്ലേ കോളേജിൽ തിളങ്ങി നിന്നത്. ഒരു വശത്ത് അവൾക്കുള്ള ആദരവും മറ്റും നടക്കുമ്പോൾ മറുവശത്ത് ഹരിൽ ജയിലിലായിരുന്നില്ലേ. വേദ തുടർന്ന് പഠിക്കാനും തുടങ്ങി. ഇങ്ങനെ പോയ മാഷ് കണ്ട സ്വപ്നം അവൾ യാഥാർത്ഥ്യമാക്കും. ഹരിയെ അധ്യാപകനായി കാണാൻ മാഷിനിനി എന്തായാലും പറ്റില്ല. പക്ഷേ വേദാൻഷി അവൾ ഒരു അധ്യാപികയായി മാറും. കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ട് തന്നെയാ. കയ്യിലിരുന്ന ഒരു കുടം കള്ള് കുറേശ്ശെ കുടിച്ചുകൊണ്ട് രഘുരാമൻ പറയുമ്പോൾ ഭരതൻ ഒറ്റ വലിക്ക് ഒരു കുടം കള്ള് ഉള്ളിലാക്കി. ഇല്ല, അവളെ അങ്ങനെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേദയോടുള്ള ദേഷ്യത്താൽ ഭരതൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയിരുന്നു. അവളുടെ സർവനാശമായിരുന്നു അപ്പോൾ ഭരതന്റെ മനസ്സിൽ. തന്റെ വരുതിയിൽ കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കിയ രഘുരാമൻ വന്യമായ ചിരിയോടെ ഭരതനെ നോക്കി. അയാൾ അതീവ ദേഷ്യത്തോടെ മറ്റെങ്ങോ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാണ് ഉചിതമായ സമയമെന്ന് മനസ്സിലാക്കിയ രഘുരാമൻ ഭരതന്റെ മുന്നിൽ ചെന്നിരുന്നു. ഭരത, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. മാഷ് ഒന്ന് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. രഘുരാമൻ തനിക്ക് കാട്ടിത്തരുന്ന വഴി എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഭരതൻ നോക്കിയിരുന്നു. വേദാൻഷിയുടെ വിവാഹം. അത് നടന്നാൽ അവളുടെ പഠിത്തം അതോടെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ നിർത്തിക്കും. ഭരതൻ ഒരു നിമിഷം അത് ആലോചിച്ചു നിന്നു. വിവാഹമോ? അങ്ങനെ നടന്ന അവളുടെ പഠിത്തം നിൽക്കുമായിരിക്കും. പക്ഷേ അവൾ സുഖമായി അന്തസ്സോടെ ജീവിക്കില്ലേ? പറ്റില്ല. എൻ്റെ മോൻ ഹരി, അവൻ്റെ ജീവിതമോ? ഏതോ ഒരു അന്യജാതിക്കാരുമായി ജീവിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ച് ജീവിക്കുമ്പോൾ അവൾ അഭിമാനത്തോടെ സുഖത്തോടെ ജീവിക്കില്ലേ? അത് വേണ്ട. അങ്ങനെ നടന്നാൽ എനിക്ക് ഇതിലും വലിയ ദുഃഖം വേറെ കാണില്ല. ഭരതൻ രഘുരാമന്റെ ആശയത്തെ നിരസിച്ചു കളഞ്ഞു. മാഷേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. എൻ്റെ അനിയൻ ആദിദേവ്, അവൻ കൊൽക്കത്തയിലാണ്. അവന് വിവാഹ ജീവിതത്തിനോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. ഇപ്പോ ഞങ്ങളുടെ നിർബന്ധപ്രകാരം വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. ഏത് പെൺകുട്ടിയെ കെട്ടിയാലും അവളുമായി മറ്റൊരു ബന്ധം അവനുണ്ടാവില്ലെന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഭാര്യയായി കൊണ്ടു നടക്കാൻ ഒരു പെണ്ണ്, അത്ര മാത്രമേ വിവാഹം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു. അതുകൊണ്ട് വേദയെ ആദിദേവിനെ കൊണ്ട് കെട്ടിക്കാം. എന്താ, അങ്ങനെ ചെയ്താൽ പോരെ മാഷേ? അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഭരതന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉതിർത്തു വന്നു. രഘുരാമ, അങ്ങനെ സംഭവിച്ച പിന്നീട് അവന്റെ മനസ്സ് മാറിയാലോ? അവർ സന്തോഷത്തോടെ ജീവിച്ചാലോ? അതിനു മറുപടി എന്നോണം രഘുരാമൻ ഒന്ന് ചിരിച്ചു. ഇല്ല മാഷേ, അവന്റെ മനസ്സ് അത്ര പെട്ടെന്ന് മാറില്ല. അഥവാ മാഷ് പറഞ്ഞതുപോലെ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തളിർക്കുന്നതിന് മുന്നേ വേരോടെ ഞാനത് പിഴുതെറിഞ്ഞിരിക്കും. ദ്വാരകയിൽ അവളുടെ ജീവിതം നരകതുല്യമായിരിക്കും. അവൾ ആഗ്രഹിച്ചതൊന്നും അവൾക്ക് സ്വന്തമാക്കാൻ കഴിയാതെ വരും. അതുപോലെ മാഷിന്. ഭരതൻ എന്ത് പറയണമെന്നറിയാതെ ആലോചനയിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. നിന്റെ മകന് കിട്ടാത്ത സൗഭാഗ്യം അവൾക്ക് കിട്ടണോ? ഒന്ന് ആലോചിച്ച് നോക്ക് ഭരത. നിന്റെ സ്വപ്നം തകർത്ത പോലെ അവളുടെ സ്വപ്നവും തകർക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തു നോക്ക്. എന്നെ നീ ഒന്ന് വിശ്വസിക്ക്. രഘുരാമൻ ഭരതന്റെ മനസ്സിലേക്ക് കുത്തി നിറച്ച വിഷം ഒടുവിൽ ഭരതന്റെ ശരീരം മുഴുവനും പടർന്നു കയറി. പിന്നീട് രഘുരാമന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണന്റെ മുന്നിൽ വേദയെപ്പറ്റിയുള്ള കള്ളക്കഥകൾ പറഞ്ഞ് അയാളെ മാനസികമായി തളർത്തുകയും അതിനെ ഊട്ടിയുറപ്പിക്കാൻ പലരോടായി എല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയും ഒടുവിൽ കൃഷ്ണനെ കൊണ്ട് വേദയുടെ വിവാഹക്കാര്യം സമ്മതിപ്പിക്കുകയും ആദിയുടെ കാര്യം കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അവളുടെ പഠിത്തം നിർത്തുകയും പിന്നീട് ആദിയും വേദയും തമ്മിലുള്ള വിവാഹം മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു ഭരതൻ. അറിഞ്ഞ സത്യങ്ങളൊന്നും
ഉൾക്കൊള്ളാനാവാതെ വേദയും ആദിയും അങ്ങനെയിരുന്നു.